ഈ അടുത്ത് ഒരു നടൻ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. 90-ലെ ആളുകൾ 80-ലെ ആളുകളൊക്കെ വസന്തങ്ങളായി, അമ്മാവന്മാരായി, അപ്പൂപ്പന്മാരായി, തന്തകളായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട 2K കിഡ്സ് മുഴുവനും അവർ കൊണ്ടു നടക്കുന്ന സാധനങ്ങൾ, അവർ ഉപയോഗിക്കുന്നത് മുഴുവനും ഈ 80-ലെയും 90-കളിലെയും നിങ്ങൾ കളിയാക്കുന്ന അപ്പൂപ്പന്മാരും അമ്മാവന്മാരും കണ്ടെത്തിയിട്ടുള്ളതാണ്. നിങ്ങളിവിടെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം പുതിയ ജനറേഷനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഒരു മാസ് ചോദ്യം അല്ലെങ്കിൽ ഒരു മാസ് കാണിക്കുക എന്നത് മാത്രമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ അത് ന്യൂ ജനറേഷനെ വളരെ വലിയ തരത്തിൽ തന്നെ അത് വേട്ടയാടുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂ ജനറേഷനെ ഈ കോലത്തിൽ മടിയന്മാരും മടിച്ചുകളുമാക്കിയത് ആരാണ്? ഈ പറയപ്പെട്ട 80-ലെയും 90-കളിലെയും 70-കളിലെയും ഒക്കെ അമ്മാവന്മാർ, രക്ഷിതാക്കളാണ് ഉത്തരവാദി. ഈ മക്കളെ ഒന്നിനും കഴിയാത്ത, വെറും ഫോണിനും അതുപോലെ തന്നെ മറ്റു അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്താൻ മാത്രം അവരെ ഈ രൂപത്തിലാക്കിയിട്ടുള്ളതിൻ്റെ ഉത്തരവാദി ഈ പറയപ്പെട്ട അമ്മാവന്മാരും നമ്മളടങ്ങിയ തന്തന്മാരും അപ്പൂപ്പന്മാരും തന്നെയാണ്. കാരണം ആവശ്യങ്ങൾ ഉള്ളിടത്ത് നിന്നാണ് മനുഷ്യൻ പല മാറ്റങ്ങളും ലോകത്തുണ്ടാക്കിയിട്ടുള്ളത്. എല്ലാം മനുഷ്യൻ്റെ ആവശ്യങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന എനിക്ക് ദൂരെയുള്ള ഇന്ന സ്ഥലത്തുള്ള ഒരാളെ എനിക്ക് വിളിക്കണം. അപ്പോൾ അതിൽ നിന്നാണ് മനുഷ്യൻ ചിന്തിച്ച് അധ്വാനിച്ച് ഒരുപാട് പരിശ്രമത്തിനൊടുവിലാണ് മൊബൈൽ ഫോൺ കണ്ടെത്തുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ മനുഷ്യൻ്റെ ആവശ്യങ്ങളായിരുന്നു. ഈ ആവശ്യങ്ങൾ മനുഷ്യൻ ചിന്തിച്ച് പരിശ്രമിച്ച് അതിൽ നിന്ന് ഒരു സാധനം കണ്ടെത്തുന്നു. ഇങ്ങനെയാണ് കണ്ടെത്തലുകളൊക്കെ ഇവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഈ 2K കിഡ്സ് എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. എല്ലാം അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് നമ്മളാണ് അവർക്ക് അങ്ങനെ ആക്കി കൊടുത്തിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അവർക്ക് ഇവിടെ പുതിയതായിട്ട് ഒന്നും വേണമെന്ന് അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കാത്തിടത്തോളം കാലം ഈ ഉള്ള സാധനങ്ങൾ വെച്ച് അവരങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, തിന്നാനില്ല, പട്ടിണിയാണ്. സ്കൂളിലേക്ക് പോകണമെങ്കിൽ തന്നെ കിലോമീറ്ററുകൾ നടന്നു പോകണം. ഇന്നിപ്പോൾ 1 കിലോമീറ്റർ പോലും നടക്കാനില്ലാത്ത നമ്മുടെ മക്കളെ നമ്മൾ വണ്ടി കയറ്റി വിടുകയാണ്. അന്ന് നമ്മൾ നടന്നായിരുന്നു പോയിരുന്നത്. പലപ്പോഴും നമുക്ക് രുചികരമായ ഭക്ഷണങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. ചിലപ്പോൾ പട്ടിണിയായിരിക്കും, ദാരിദ്ര്യമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിന്നാണ് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ. ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്നതാണ്. ഇന്ന് എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നില്ല. അവരങ്ങനെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇരിക്കട്ടെ. മാത്രമല്ല, എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ വാശി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. മനുഷ്യൻ്റെ വാശി. അഥവാ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒക്കെ നേരിട്ടിരുന്ന ഈ കാലഘട്ടത്തിലെ ആളുകൾ, ഈ 80-ലെയും 90-ലെയും ആളുകൾ, അതിൽ നിന്നൊക്കെ ഒരു വിജയം ലഭിക്കണം, സക്സസ് ആവണം, ഞാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എത്തിപ്പിടിക്കാൻ കഴിയണം എന്നുള്ളൊരു വാശി അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരനൊരു സൈക്കിൾ എടുത്തു. ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു സൈക്കിൾ എടുത്തു നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്നത് അന്നത്തെ കാലത്ത് എനിക്കും ഒരു സൈക്കിൾ എടുക്കണം എന്നായിരുന്നു. ഇന്നത്തെ നമ്മുടെ മക്കൾ ചിന്തിക്കുന്നത് എൻ്റെ കൂട്ടുകാരന് അവൻ്റെ ഉപ്പ അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർ അവനക്ക് ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു അല്ലെങ്കിൽ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് അവൻ വീട്ടിലേക്ക് വന്നിട്ട് രക്ഷിതാക്കളോടാണ് പറയുന്നത്, എൻ്റെ കൂട്ടുകാരന് അവൻ്റെ വീട്ടുകാർ സൈക്കിൾ വാങ്ങിക്കൊടുത്തു അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിക്കൊടുത്തു, നിങ്ങൾ എനിക്ക് ബൈക്ക് വാങ്ങിത്തരണം. ഈ പറയപ്പെട്ട 80Kയുടെയും 2Kയുടെയും ജനറേഷൻ്റെ ഗ്യാപ്പിൽ വരുന്ന വാശിയുടെ വ്യത്യാസം മാത്രം എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും. വലിയ ഒരു വാശിയുടെ വ്യത്യാസത്തിനൂടെ കാണുന്നുണ്ട്. നമ്മളന്ന് ചിന്തിച്ചിരുന്നത് വീട്ടുകാരോട് നമ്മൾ പറയില്ല, പറഞ്ഞാൽ തന്നെ അത് കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ചിലർ ചോദിക്കാൻ പോവില്ല. ചിലർ ചോദിച്ചാൽ തന്നെ ഇവിടെ ആകെ ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുകയാണ്, ഇനി പണ്ട് സൈക്കിളും ഇല്ല ബൈക്കൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ അവർ തന്നെ സ്വയം തീരുമാനിക്കണം, എങ്ങനെയെങ്കിലും പൈസ സ്വരുക്കൂട്ടിയിട്ട് ഒരു സൈക്കിൾ വാങ്ങണം. സ്വന്തത്തിലായിരുന്നു വാശി. ഇന്നിപ്പോൾ നേരെ ആ വാശി മുഴുവനും വെക്കുന്നത് രക്ഷിതാക്കളോടാണ്. ഈ 80Kയിലെയും 90Kയിലെയും രക്ഷിതാക്കൾ വീണ്ടും ഈ മകന് വേണ്ടി ബൈക്ക് വാങ്ങിക്കൊടുത്ത് അതിൻ്റെ ലോൺ അടക്കാൻ വേണ്ടിയിട്ട് ഈ രക്ഷിതാക്കൾ തന്നെ പെടാപ്പാട് വിടും. അപ്പോൾ വീണ്ടും ആരുടെ പെരടിയിലേക്കാണ് വരുന്നത്? ഈ പറയപ്പെട്ട അമ്മാവന്മാരുടെയും അപ്പൂപ്പന്മാരുടെയും പെരടിയിലേക്കാണ്. അപ്പോൾ വാശി എന്ന് പറയുന്ന സാധനത്തിലും മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പുതിയ ജനറേഷൻ്റെ വാശിയും പഴയ ജനറേഷൻ്റെ വാശിയും വ്യത്യാസം വന്നിട്ടുണ്ട്.
ഇങ്ങനെ ഒരുപാട് വാശിപ്പുറത്തും ഒരുപാട് ആഗ്രഹിക്കുന്നതിനെയും ആവശ്യങ്ങളുടെയൊക്കെ പുറത്താണ് പല നിലക്കുള്ള കണ്ടുപിടുത്തങ്ങളും ലോകത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതില്ലാതെയാക്കിയതിൻ്റെ പിന്നിലെ ഒരു കാരണക്കാർ രക്ഷിതാക്കൾ തന്നെയാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം എടുത്തു നോക്കാം. ഇവിടുത്തെ പുതിയ ജനറേഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയരുത്. ഇവിടെ അവർ പലതും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടമൊക്കെ അവരെ വഴിതിരിച്ചു വിട്ടു. പഠനത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണം, എന്തെങ്കിലുമൊക്കെ ഇവിടെ അടയാളപ്പെടുത്തണം എന്ന ചിന്തയിൽ നിന്ന് അവരെ മാറ്റി അവരെ മുഴുവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പോകൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് വേണം? സ്കൂളിൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താ പ്രശ്നം? അതിനു വേണ്ടിയാണ് ഇവർ ഇപ്പോൾ മുറവിളി കൂട്ടുന്നത്. ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞ് വീഴൂല എന്നവരിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരസ്യമായി പാർക്കിലും ബീച്ചിലൊക്കെ പോയിട്ട് പരസ്യമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, ഒരുമിച്ച് ബാത്റൂമിലിരിക്കണം, സ്ത്രീ സമത്വം, ഈ വക ഉഡായിപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ പറഞ്ഞു വിട്ടു ഇവിടുത്തെ ഭരണകൂടം. അല്ലെങ്കിൽ ഇവിടുത്തെ ലിബറലിസം, അല്ലെങ്കിൽ ഇവിടുത്തെ പരിഷ്കാരികളായ പുരോഗമനവാദികളായ ആളുകൾ നമ്മുടെ ഈ മക്കളുടെ മൈൻഡ് പ്രവർത്തിക്കുന്നതിൽ നിന്നും അവരെ മുഴുവനും വഴിതിരിച്ചു വിട്ട് അനാവശ്യ കാര്യങ്ങളിലേക്ക് മക്കളുടെ ശ്രദ്ധ തിരിച്ചു വിട്ടു കൊടുത്തു. അങ്ങനെ ഈ വക കാര്യങ്ങളുടെ പിന്നാലെ പോയി നമ്മുടെ മക്കളുടെ ബുദ്ധി മുഴുവനും നശിച്ചു പോയി. ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് ആകെ വേണ്ടത് ഇവിടെ മാറ്റങ്ങളും വിപ്ലവങ്ങളും സൃഷ്ടിക്കുക എന്നതൊന്നുമല്ല, മറിച്ച് അവർക്ക് എൻജോയ് ചെയ്യണം, പരമാവധി ഇവിടെ അടിച്ചു പൊളിക്കണം, സ്വാതന്ത്ര്യം വേണം, തോന്നിയതുപോലെ ജീവിക്കണം. അത് നമ്മുടെ നാട്ടിൽ പറ്റൂല എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ 2K എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് വിടണം, കേരളം വിടണം, അവർക്ക് യൂറോപ്പിലേക്ക് പോകണം. അവിടെ എന്തോ സ്വാതന്ത്ര്യം ഇങ്ങനെ അട്ടിക്ക് വെച്ചിരിക്കുക എന്നാണ് ഇവർ പോകുന്നവരെ വിചാരം. ഇവിടെ നിന്ന് പോകുന്നൊരു ജോലി ഉദ്ദേശിച്ച് പോകുന്നവരുമുണ്ട്. അതിനേക്കാളും ഭൂരിഭാഗം നമ്മുടെ പുതിയ മക്കളൊക്കെ അവിടെ കൊണ്ട് വിചാരിച്ചിരിക്കുന്നത് അവിടെ ഭയങ്കര സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോകണം. നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം ഇല്ല. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ആവശ്യം അതൊക്കെയാണ്. അവർക്കിവിടെ പുതിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കലോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കലോ അതിലൊന്നും വലിയ ശ്രദ്ധയില്ല. അതില്ലാതാക്കിയതിൻ്റെ പിന്നിലും ഈ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടങ്ങളും മാധ്യമങ്ങളും ഒക്കെ അവരെ ശ്രദ്ധ തിരിച്ചുവിട്ടത് കൊണ്ട് തന്നെയാണ്. അതിൻ്റെയും പിന്നിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾക്ക് അങ്ങനെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് കൈയൊഴിഞ്ഞു പോകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പുതിയ തലമുറയോട് പറയട്ടെ, പഴയ 80ലെയും 90ലെയും ആളുകളൊക്കെ നിങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിവിടെ എന്ത് ചെയ്തു എന്ന് നിങ്ങളോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആ വക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക, കൂടുതൽ പഠനം മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ പുതിയ പുതിയ സംഭവങ്ങൾ നിങ്ങളാൽ കഴിയുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് പോവുക. ഇല്ല എന്നുണ്ടെങ്കിൽ 10-20 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചോദിച്ചിരുന്ന ചോദ്യം നിങ്ങളോട് ചോദിക്കും വളർന്നു വരുന്ന തലമുറ. ഇവിടെ 2K കിഡ്സ് ഇവിടെ എന്താണ് ചെയ്തത് എന്ന് ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും. ആ സമയത്ത് നിങ്ങളും മേൽപോട്ട് നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിശ്രമിച്ച് അധ്വാനിച്ച് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ട് ഇവിടെ നിന്ന് വിടവാങ്ങാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്കും നല്ലതാണ്, നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന തലമുറക്കും നല്ലതാണ്.